ലോകോത്തരമായ ഒരു സങ്കല്പമാണ് നമ്മുടെ കുടുംബ സങ്കല്പം തന്നെ. ആ കുടുംബത്തിലേക്ക് ഒരു കുടുംബം രൂപം കൊള്ളുന്ന വിവാഹമെന്ന ചടങ്ങിലൂടെയാണെന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ എന്തിനാണ് ഈ കുടുംബ സങ്കല്പം രൂപം കൊള്ളുന്നത്? അവിടെ വിവാഹവേദിയിൽ വെച്ച് വധുവിൻ്റെ പിതാവ് തൻ്റെ പുത്രിയെ വരന് കൈപിടിച്ചേൽപ്പിക്കുമ്പോൾ ജപിക്കുന്ന ഒരു മന്ത്രമുണ്ട്. ശുഭേതിഥൗ ധർമ്മപ്രജാ സമ്പത്തേ ഏകവിംശതി കുലോദ്ധാരണായ വരസ്യ പിതൃ ഋണമോചനായ അഹം കന്യാദാനകർമ്മം കരിഷ്യേ. ഈ ശുഭമുഹൂർത്തത്തിൽ ഞാൻ എൻ്റെ പുത്രിയെ കൊടുക്കുന്നത് എന്തിനാണ്? ഉത്തമരായ ധർമ്മപ്രജകളെ സൃഷ്ടിക്കുന്നതിനായിട്ടാണ്. ധർമ്മപ്രജാസമ്പത്തെ അതിലൂടെ 21 തലമുറകളായി മരിച്ചിട്ടുള്ള പിതൃക്കളുടെ ആത്മാവിന് മോക്ഷം സിദ്ധിക്കുന്നതിന് വേണ്ടിയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മുടെ വിവാഹ സങ്കല്പത്തിൻ്റെ പവിത്രത, മാഹാത്മ്യം എത്ര എത്ര ഔന്നത്യമുള്ളതാണെന്ന്. അപ്പോൾ ഇതിനാണ് നമ്മൾ വിവാഹം നടത്തുന്നത് എന്ന് ശ്രദ്ധയിൽ വയ്ക്കേണ്ടതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതുപോലെ കമൻറ്റുകൾ രേഖപ്പെടുത്തണം.